ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്നത് വീട്ടിൽ നട്ടു വളർത്തിയിട്ടുള്ള പച്ചക്കറികളാണ്. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പടവലങ്ങ, അച്ചിങ്ങ, വെണ്ടയ്ക്ക, ഇത്ര ഐറ്റംസാണ് നമ്മൾ വീട്ടിൽ നിന്ന് വിളവെടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് പപ്പായ. പപ്പായ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ റെസിപ്പിയിലൊക്കെ നമ്മൾ ഷെയ്ക്കായിട്ടും ഇതിനൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വെട്ടാറായിട്ടുണ്ട്. അടുത്ത നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ വരുന്നത് വേപ്പിലയാണ്. വേപ്പില ഇത്തിരി ഹൈറ്റിലായിട്ടുണ്ട്. നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ വേപ്പിലയാണ്. പിന്നെ വരുന്നത് പച്ചവഴുതനങ്ങ. ഇത് ഇഷ്ടം പോലെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ട്. മെഴുക്കുവരട്ടി ചെയ്യാനായിട്ടും സാമ്പാറിലൊക്കെ ഇടാനായിട്ടൊക്കെ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വിത്തിനായിട്ട് വെച്ചിരിക്കുകയാണ്. എന്നാലും ഇത് ഇപ്പോഴേ നട്ട് വളർത്തിയാൽ നമുക്ക് മഴയൊക്കെ പിടിക്കുമ്പോൾ നല്ലോണം ആവുള്ളൂ. അപ്പോൾ അത് സെറ്റ് ചെയ്യുകയാണ്. പിന്നെ വരുന്നത് കുറ്റിക്കുരുമുളക്. ഇത് കഴിഞ്ഞ 2 പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ റെസിപ്പി ഉണ്ടാക്കിയപ്പോഴത്തേക്കും അതിനും നമ്മൾ ഇതുപോലെ പച്ചക്കുരുമുളക് അരച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ തിരിയിട്ടിരിക്കുകയാണ്. കുറേ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. 2 ഗ്രോ ബാഗിലേ വെച്ചിട്ടുള്ളൂ, പക്ഷേ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് കാന്താരിയാണ്. 2 ടൈപ്പ് കാന്താരിയുണ്ട്, വെള്ളക്കാന്താരിയും പിന്നെ സാദാ കാന്താരി. അതിപ്പോൾ രണ്ടും ഇങ്ങനെ നട്ടു വളർത്തിയിട്ടുണ്ട്. പിന്നെ വരുന്നത് കണ്ടോ, ഇത്ര കണ്ടോ, വേറെയൊക്കെ പടർത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കാണിച്ചു തരാൻ എന്തൊക്കെയാണെന്ന്. പിന്നെ വരുന്നത് കണ്ടോ, കാന്താരി മുളക്. ദേ ഒരെണ്ണം കാണിച്ചു തരാം. ഇത് പീച്ചിലാണ് അടുത്തത്. പീച്ചിങ്ങ കണ്ടോ, അത് ചെറുതായിട്ടേ ഉള്ളൂ. വലുതാകുമ്പോഴത്തേക്കും നമുക്കത് ഇതുപോലെ ചെറിയ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. കണ്ടോ, ചെറിയ ഇതിൽ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിലെല്ലാം ചെറിയ ചെറിയ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല ജൈവവളം ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതി നമുക്കിങ്ങനെ കൊണ്ടുപോയാൽ വീട്ടിൽ തന്നെ നമുക്ക് വെച്ച് പാകം ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇത് കണ്ടോ, ക്യാബേജ് ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ കെട്ടി വെച്ചിരിക്കുക കണ്ടോ, ആയത് ചെറുതായിട്ടുണ്ട്. അപ്പോൾ അത് കെട്ടി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇത് ചീരയാണ് ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ചെടികളുടെ ഇടയിലും ചീര വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് കണ്ടോ, എല്ലാത്തിലും പച്ചച്ചീരയാണ് മെയിനായിട്ട് കൂടുതലായിട്ട് വെക്കുന്നത്. പിന്നെ കോവക്കയുണ്ട്, കോവക്ക പടർത്തി കയറ്റിയിട്ടുണ്ട്. പിന്നെ ചീര കണ്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുരുമുളകിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ. പിന്നെ പച്ചമുളക് ആണിത്. പച്ചമുളക് ഇത് ചുവപ്പുള്ളത് അത് വിത്തിനായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഈ ഫ്രൂട്ടിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഈ ഒരു ഇത് കണ്ടോ ഞാൻ പിടിച്ചേക്കുന്നത്, ഇത് ഒരു ഫ്രൂട്ടാണ്, പക്ഷെ അത് എന്താ പേരെന്ന് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. അത് ചേട്ടനറിയാം, എനിക്ക് കറക്റ്റ് അത് അറിഞ്ഞൂടാ. പിന്നെ കോവക്ക കണ്ടോ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോവക്കയും ഇങ്ങനെ പടർത്തി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഒരു പന്തൽ പോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മഴക്കാലമൊക്കെ വരുമ്പോൾ ആവും. പിന്നെ ഇത് കണ്ടോ, ഇത് അടുത്തത് കാണിക്കുന്ന ഗ്രീൻ ആപ്പിളാണ്. അതായി വരുന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഇത് മുരിങ്ങയിലയുടെ ഇത്. പിന്നെ ഇത് കാന്താരിമുളക് കണ്ടോ, കാന്താരിമുളക് ഇത് കണ്ടോ, ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണം നേരത്തെ കാണിച്ചുള്ളൂ. ഇതിപ്പോൾ കുറേ ഉണ്ട്. ഇലകൾ കാണാത്ത രീതിയിൽ മൂടിക്കിടക്കും, അത്ര ഉണ്ടാവും കാന്താരിമുളക്. ഇതെന്ന് വെച്ചാൽ കുറച്ചേ കാണിക്കുന്നുള്ളൂ. ഇത് പിന്നെ ഫാഷൻ ഫ്രൂട്ടാണ്. ഇത് കണ്ടോ. പിന്നെ വേനലൊക്കെ ആയതുകൊണ്ട് 2 നേരം വെള്ളമൊഴിച്ച് കൊടുക്കണം, അല്ലെങ്കിലും വെള്ളമൊഴിച്ച് കൊടുക്കണം. ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല രീതിയിൽ വെള്ളമൊഴിച്ച് കൊടുത്താലേ ഇതാവുള്ളൂ. പിന്നെ മാവിൻ്റെ തൈയാണ്. ഇത് കണ്ടോ, ഇത്ര ഹൈറ്റിൽ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 നേരം വെള്ളമൊഴിച്ച് കൊടുത്താൽ ചെടിക്ക്, അല്ലെങ്കിൽ ചെടി വാടി തളർന്ന് പിന്നെ അത് മുരടിച്ച് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുണ്ടോ, നല്ല രീതിയിൽ വെള്ളമൊഴിച്ച് കൊടുക്കണം. ഇതിപ്പോൾ പന്തലിട്ടേക്കെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിപ്പോൾ പന്തലൊക്കെ ചാഞ്ഞു പോയി കാറ്റും കൊണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ റെഡിയാക്കാനുണ്ട്. ഇത് കണ്ടോ, സീതപ്പഴമുണ്ട്.
കണ്ടോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ രീതിയിലാണ് നട്ടു വളർത്തിയിരിക്കുന്നത്. കണ്ടോ ബോഗൺവില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.